ചക്രത്തിൻ്റെ അപ്പുറത്ത് ആ നക്ഷത്രചക്രത്തിൻ്റെ ഇരട്ടി വിസ്തീർണമുള്ള മറ്റൊരാകാശമുണ്ട് എന്നാണ് പറയുന്നത്. ആ ആകാശത്തിൽ തച്ച ക്വചിത് പ്രകാശാഢ്യം, ചില സ്ഥലത്ത് പ്രകാശമുണ്ട്, ക്വചിത് സാന്ദ്രതമോമയം, മറ്റ് സ്ഥലങ്ങളിൽ കട്ടിപിടിച്ച ഇരുട്ടാണ്, കൂരിരുട്ടാണ്. അങ്ങനെയുള്ള ആകാശമാണ് നക്ഷത്രമണ്ഡലത്തിനും അപ്പുറത്തുള്ളത്. തതഃപരതഃ പൂർവോക്തനഭസോ അന്യന്നഭോ വിദ്യത്തെ. ഇതിനു മുമ്പ് വർണ്ണിച്ച ആകാശത്തെ അല്ല ഇപ്പോൾ പറയുന്നത്. നക്ഷത്രമണ്ഡലത്തിൻ്റെ അപ്പുറത്തുള്ള ആകാശം, അവിടെ ചില സ്ഥലങ്ങൾ പ്രകാശമയങ്ങളും ചില സ്ഥലങ്ങൾ ഇരുൾ നിറഞ്ഞവയും ആണ്. ശരി, അവിടം കൊണ്ട് തീരുന്നുണ്ടോ ഈ പ്രപഞ്ചം? ഇല്ല. അതിൻ്റെയും അപ്പുറത്ത് ഈ പ്രപഞ്ചം വ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, പര്യന്തേ തസ്യ നഭസഃ സ്ഥിതം ബ്രഹ്മാണ്ഡഗർഭരം ഏകമൂർധ്വേ പരമധോ ഗഗനം മധ്യമേതയോഃ. ആകാശം അനന്തമാണ്, ശൂന്യാകാശം. ഇത് അനന്തമായി വ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ അനന്തതയിലും ചില സാധ്യതകൾ വസിഷ്ഠ മഹർഷി പറയുകയാണ്. പര്യന്തേ തസ്യ നഭസഃ, നക്ഷത്രമണ്ഡലത്തിൻ്റെ അപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ പ്രകാശത്തോടു കൂടിയതും ചില സ്ഥലങ്ങളിൽ ഇരുട്ടോടു കൂടിയതുമായ ഒരു ആകാശമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ആകാശത്തിൻ്റെയും അപ്പുറത്ത് അവിടെ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, അവിടെയാണ് ബ്രഹ്മാണ്ഡത്തിൻ്റെ അടപ്പ്. നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ ചരുവം കുട്ടകെന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കാനുള്ള ഒരു സാധനം. സാധാരണ കറി വയ്ക്കാനാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ചരുവത്തെ വേറൊരു ചരുവം കൊണ്ട് മൂടി വെച്ചതുപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, ഈ ആകാശത്തിന്, അതായത് ഈ നക്ഷത്ര സമൂഹങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ആകാശം എന്ന് പറയുന്നത് അർദ്ധഗോളാകൃതിയിലാണ്, ഒരു മൂടി പോലെയാണ്. അപ്പോൾ അതിനൊരു മുകൾ ഭാഗവുമുണ്ട്, താഴ്ഭാഗമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ അടച്ചു വച്ചിരിക്കുകയാണ്. ആ രണ്ട് അടപ്പുകളുടെ ഇടയ്ക്കാണ് ഈ ശൂന്യാകാശം. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് അതിർത്തിയുണ്ട് എന്നതുപോലെയാണ് വസിഷ്ഠ മഹർഷി വർണ്ണിക്കുന്നത്. പക്ഷേ ആ അതിർത്തി എന്താണ്? അത് ഖരം കൊണ്ട് നിർമ്മിതമാണോ, അല്ലെങ്കിൽ അത് ദ്രാവകമാണോ, വാതകമാണോ, ഈ ആകൃതിയിൽ കാണപ്പെടുന്നു എന്നേ പറയുന്നുള്ളൂ. ബ്രഹ്മാണ്ഡ ഗർഭരം, ബ്രഹ്മാണ്ഡം എന്ന് പറയുന്ന ഗർഭരം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഭിക്ഷാപാത്രം, മൺചട്ടി, കുടം, ഉടഞ്ഞ കലം, തലയോട്, ഇങ്ങനെ അനേകം അർത്ഥങ്ങളുണ്ട്. ഒരു പരന്ന പാത്രം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ അനന്തമായ ആകാശത്തിൻ്റെ അപ്പുറത്ത് ബ്രഹ്മാണ്ഡ ഗർഭരം, ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ ഈ മൊത്തം സൃഷ്ടി, ആ സൃഷ്ടിയെ മൊത്തം ആവരണം ചെയ്യുന്ന അടപ്പ് പോലെയുള്ള ഒരു ആകാശമുണ്ടെന്ന്. അത് വേറെ ആകാശമാണെന്നാണ് പറയുന്നത്. ഏകമൂർധ്വേ പരമധോ ഗഗനം മധ്യമേതയോഹോ. ഈ അടപ്പ് ഒന്ന് മുകളിലും ഒന്ന് കമഴ്ത്തി വച്ചിരിക്കുകയാണ്, താഴെയുള്ളത് നിവർത്തി വച്ചിരിക്കുകയാണ്. രണ്ട് പാത്രങ്ങളെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് എടുത്ത് വെച്ച് നമ്മൾ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആക്കുന്നില്ലേ, അതുപോലെ എന്നാണ്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡ ഗർഭരത്തിന് മുകൾ ഭാഗമുണ്ട്, അതിൻ്റെ താഴെയും അതുപോലെ, അതിൻ്റെ ഒന്ന് നിവർന്നിട്ടാണെങ്കിൽ മറ്റേത് കമഴ്ത്തി വച്ചിരിക്കുകയാണ്. ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കാണ് ആകാശം സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ അർദ്ധഗോളാകൃതിയിൽ എന്തെങ്കിലും അവിടെ ഉണ്ടോ, അത് സ്ഥൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് ബ്രഹ്മാണ്ഡത്തിൻ്റെ അടപ്പാണ്. ഇത് ആ അടപ്പ്, ആ വലിയ ഒരു പാത്രത്തിൻ്റെ, മൂടി വച്ചിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ ഉള്ളിലാണ് ഈ ശൂന്യാകാശവും ശൂന്യാകാശത്തിൽ ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം. ഒരു മൂടി, ഒരടപ്പ് എന്ന് പറയുന്നത് മുകളിലും മറ്റൊന്ന് താഴെയുമാണ്. ഈ രണ്ടിൻ്റെയും നടുക്കാണ് ആകാശം
വ്യാപിച്ചു നിൽക്കുന്നത്. തൽക്കാലം ഇതൊക്കെ നമുക്ക് വായിച്ചു പോകാനേ നിവൃത്തിയുള്ളൂ. ആര് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പിന്നെ ഇത് വായിച്ച് വെറുതെ സ്കിപ്പ് ചെയ്ത് പോകാൻ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ വായിച്ചുകൊണ്ട് പോകുന്നത്. ഇതിലൊന്നും ഇല്ല. ഇത് ശിഖിധ്വജൻ്റെ കഥയോടുകൂടി വാസിഷ്ഠം തീർന്നു. സാറ് ആ ശിഖിധ്വജോപാഖ്യാനത്തോടു കൂടി ആ എന്താ പറയുന്നത് അതിൻ്റെ നിർവ്വാണ പ്രകരണത്തിൻ്റെ പൂർവാർത്ഥത്തിലാണ് ശിഖിധ്വജൻ്റെ കഥ വരുന്നത്. ആ വാസിഷ്ഠ സുധ അവിടം കൊണ്ട് സാർ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ ആവർത്തനവും പല ചില കഥകളുമൊക്കെയാണ്. ചിലത് രസകരങ്ങളാണ്, പക്ഷേ ഈ വിവരണങ്ങൾ പലതും നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നമുക്ക് വായിച്ചു പോവാം. യോജനാനാം കോടിശതം പുഷ്ടം വജ്രദൃഢം ചതത് സ്ഥിതം സംവേദനമയം വ്യോംനി വ്യോമമയാത്മകം. ഇങ്ങനെ ഈ മൊത്തം പ്രപഞ്ചത്തെ രണ്ട് അടപ്പുകളോട് കൂടിയ ഒന്നായി വസിഷ്ഠ മഹർഷി ചിത്രീകരിച്ചതിന് ശേഷം ഇനി എന്താണ് പറയാൻ പോകുന്നത്? ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ആവരണത്തിന് ഒരു മുകൾ ഭാഗവുമുണ്ട്, ഒരു താഴെയുള്ള ഒരു ഭാഗമുണ്ട്. നമ്മൾ ഈ തേങ്ങ ഇഡ്ഡലി കുട്ടുമെന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു തേങ്ങ രണ്ട് പകുതിയായിട്ട് പൊട്ടിച്ചിട്ട് അത് രണ്ടും ഒന്നിൻ്റെ മുകളിൽ വേറൊന്നിങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. എന്ന് വെച്ച് തേങ്ങ പോലെ സ്ഥൂലമായ ഒന്ന് ഈ പ്രപഞ്ചത്തെ ആവരണം ചെയ്ത് നിൽക്കുന്നു എന്നല്ല. ഇതിനെ പരിമിതമാക്കിയത് എന്തിന്? ഈ പ്രപഞ്ചത്തെ ഈ ഇഡ്ഡലി കുട്ടകം പോലെ ഒരെണ്ണം ആക്കി പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം തന്നെ അനന്തമാണ്, നമുക്ക് ഭാവന പോലും ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ഈ പ്രപഞ്ചത്തിനേക്കാളും വ്യാപ്തിയുള്ളതാണ് ബ്രഹ്മം എന്ന് പറയാൻ വേണ്ടിയാണ്. ആ അനന്തമായ സത്യത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടി അനന്തമായ ശൂന്യാകാശത്തിന് അതിരുകൾ ഉള്ളതുപോലെ വർണ്ണിച്ചിട്ട് അതിൻ്റെയും അപ്പുറത്ത് വ്യാപിച്ചു നിൽക്കുന്നതാണ് ഈ അനന്തമായ ആത്മതത്വം, ബ്രഹ്മം, ചിത്ത്. അതിനു വേണ്ടിയാണ് ഇത് ഈ പ്രപഞ്ചത്തെ പരിമിതമെന്ന പോലെ വർണ്ണിച്ചത്. ഇനിയിപ്പോൾ ആ ആത്മാവിനെ വർണ്ണിക്കാൻ ശ്രമിക്കുകയാണ്. യോജനാനാം കോടിശതം. കോടിശതം എന്ന് പറഞ്ഞാൽ 100 കോടി. 100 കോടി യോജന. ഒരു യോജന 8 മൈലാണ്. 100 കോടി യോജന എന്ന് പറഞ്ഞാൽ 800 കോടി മൈൽ. ഇതൊക്കെ വസിഷ്ഠ മഹർഷി ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി അളക്കലായിരുന്നോ വസിഷ്ഠ മഹർഷിയുടെ പ്രധാന ജോലി? ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയുന്നു. അനന്തം എന്ന് പറയുന്നതിന് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ ആര് പറയുന്നു എന്ന് കാണാം. 100 എന്ന് പറയും ഒരാൾ. 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10000 കോടി, ലക്ഷം കോടി, കോടി കോടി, 10 കോടി കോടി കോടി, 10 കോടി കോടി, 100 കോടി കോടി, ഇങ്ങനെ അവസാനം കോടി 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 ഇനിയും പറഞ്ഞുകൊണ്ട് പോവാം. കോടി 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 കോടി. അപ്പോൾ ഇതിനൊരു അവസാനം ഇല്ലാത്തത് കൊണ്ട് ചില കുട്ടികൾ ഒരു അടവ് പ്രയോഗിക്കും. അത് തന്നെ. അപ്പം നിങ്ങളിത് കേട്ടിട്ടുണ്ടല്ലേ, കാക്കത്തൊള്ളായിരം. അയ്യോ, കാക്കത്തൊള്ളായിരം കിലോമീറ്റർ. ഇത് പണ്ടാരമാണത്. കാക്കത്തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, വളരെ വലിയ ഒന്ന്. ആര് എന്ത് പറഞ്ഞാലും അതിനേക്കാളും വലിയ ഒന്നാണ് ഈ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്നത് പോലെയാണ് കോടിശതം, സഹസ്രകോടി എന്നൊക്കെ പറയുന്നത്. എന്തായാലും ശതകോടി യോജന വിസ്തീർണമുള്ള പുഷ്ടി പ്രാപിച്ച വജ്രം പോലെ ദൃഢമായ, വജ്രമാണ് ഏറ്റവും കഠിനമായ പ്രകൃതി ലഭ്യമായ വസ്തു. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം ഉള്ള വസ്തു എന്ന് പറയുന്നത് വജ്രമാണ്, ഡയമണ്ട് എന്ന് പറയും. മനുഷ്യനിർമ്മിതമായ വസ്തുക്കളിൽ ഏറ്റവും കാഠിന്യമുള്ള ഒരു കെമിക്കലുണ്ട്, അതിൻ്റെ പേരാണ് കാർബോറണ്ടം. കേട്ടിട്ടുണ്ടോ നിങ്ങളായിരിക്കും? കേട്ടിട്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്വിസ് ബുക്കിലോ
അല്ല, കാർബോറണ്ടം എന്ന് പറയും. ഏറ്റവും കഠിനമായ മനുഷ്യനിർമ്മിത പദാർത്ഥമാണ്. പ്രകൃത്യാ ലഭിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും കാഠിന്യമുള്ളത് വജ്രമാണ്. അപ്പോൾ വജ്രസദൃശമായ സാന്ദ്രമായ എന്ന് പറഞ്ഞാൽ, വജ്രസദൃശം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത് എന്നല്ല, സാന്ദ്രമായത്, നിബിഡമായത്, സർവത്ര ഇടതൂർന്ന് നിൽക്കുന്ന ഒരു ആകാശമുണ്ട്. സ്ഥിതം സംവേദനമയം. സംവേദനം എന്ന് പറഞ്ഞാൽ ചിത്ത്, അനുഭവം, അനുഭവസ്വരൂപമായ ഒരാകാശമുണ്ട്. വ്യോംനി വ്യോമമയാത്മകം. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് തന്നെ ഒരാകാശമാണ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ചിത്ത് തന്നെ ആകാശം പോലെ വ്യാപ്തിയുള്ള ഒന്നാണ്. അതിലാണ് ഈ അനന്തമായ ശൂന്യാകാശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ചിതാകാശത്തിൻ്റെ ആധാരം എന്താണ് എന്ന് ചോദിച്ചിട്ട് കഥയില്ല. അത് ഈ ശൂന്യാകാശത്തെക്കാളും സൂക്ഷ്മവും അതിനേക്കാളും വ്യാപ്തിയുമുള്ള മറ്റൊരു വ്യാപിച്ചു നിൽക്കുന്ന ആകാശം. അതുകൊണ്ടാണ് അതിനെ ചിദാകാശം, സംവിദാകാശം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് ഉണ്ട്. അതിലാണ് ഈ പ്രപഞ്ചം നിലയുറപ്പിച്ചിരിക്കുന്നത്. അത് ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് പ്രപഞ്ചം ഉള്ളതായി തീരുന്നത്. സ്ഥിതം സംവേദനമയം വ്യോംനി വ്യോമമയാത്മകം. മഹാവ്യോമാകാരെ അല്ല 21 തദന്തർദള പരിമാണമാഹ. ഇതൊക്കെ ഒരു പൂവിൽ ഉള്ളിൻ്റെ ഉള്ളിൽ, ഓരോന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് എന്ന രീതിയിൽ അടുക്കി വെച്ചിട്ടുള്ള ദളങ്ങൾ പോലെയാണ് ഈ ലോകങ്ങളും ആകാശങ്ങളും. അപ്പോൾ അതിൻ്റെ അന്തർദളങ്ങളുടെ അളവിനെ പറയുകയാണ്. യോജനാനാമിതി സംവേദനമയം കൽപ്പനാമാത്ര രൂപം. സംവേദനാത്മകമായ എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിലുള്ള ഒരു ആകാശമുണ്ട്. പരമാർത്ഥതോ വ്യോമ വികാര പഞ്ചീകൃത ഭൂത കാര്യഭൂതം വ്യോമ ചിദാകാശമേവ. അത് ആകാശം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അത് പഞ്ചീകരണത്തിന് ശേഷമുണ്ടായ ആകാശമല്ല. എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തെക്കാളും സൂക്ഷ്മമായ ആകാശമാണ്. ഈ പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് സ്ഥൂലഭൂതം ഉണ്ടാകുന്ന പ്രക്രിയയാണ്. ആദ്യം 5 സൂക്ഷ്മഭൂതങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവയുടെ പേരും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് തന്നെയാണ്. അപ്പോൾ സൂക്ഷ്മഭൂതങ്ങളുണ്ട്. അവയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ കെമിസ്ട്രിയിലും മറ്റും പഠിച്ചിട്ടുള്ള മോളിക്യൂൾ എന്നുള്ള അർത്ഥമല്ല. അതായത് സ്ഥൂലഭൂതങ്ങളുടെ കാരണമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങൾ. അവ സൂക്ഷ്മങ്ങളാണ്. അതുകൊണ്ട് അവയുടെ സ്വരൂപം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ആ സൂക്ഷ്മഭൂതങ്ങൾ പരസ്പരം സംയോജിച്ചാണ് സ്ഥൂലഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ആ സംയോഗം അല്ലെങ്കിൽ പഞ്ചീകരണം നടക്കുന്നതിന് മുമ്പുള്ള ഭൂതങ്ങളുടെ പേരാണ് തന്മാത്രകൾ. അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ ആകാശം പഞ്ചീകരണത്തിന് ശേഷമുണ്ടായ ആകാശമാണ്. അതായത് തന്മാത്ര രൂപത്തിലുള്ള ആകാശത്തെക്കാളും സ്ഥൂലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ ശൂന്യാകാശം. ഈ ശൂന്യാകാശം തന്നെ എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. ഇത് വളരെ സൂക്ഷ്മമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണമായി ഇരുന്ന ആ സൂക്ഷ്മമായ ആകാശം അപഞ്ചീകൃത ആകാശം എന്ന് പറയുന്നു. അതെന്താണെന്ന് നമുക്ക് ഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. വ്യോമവികാര പഞ്ചീകൃത ഭൂതകാര്യഭൂതം വ്യോമ. പഞ്ചീകരണത്തിന് ശേഷമാണ് പ്രപഞ്ചം തന്നെ ഉണ്ടായത്. ആ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്ന ഒരാകാശമുണ്ട്. അത് മറ്റൊന്നുമല്ല, ചിത്ത് തന്നെ, അല്ലെങ്കിൽ ചിദാകാശം തന്നെ. അത് അത്യന്തം സൂക്ഷ്മമാണ്. അതിനെ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെയോ മനസ്സിലൂടെയോ ബുദ്ധിയിലൂടെയോ ഒന്നും അറിയാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ഈ മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവ രൂപപ്പെട്ടത് തന്നെ ഈ സൂക്ഷ്മമായ ഭൂതങ്ങളിൽ നിന്നാണ്. മനസ്സ് എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി
ആരാണ് ഉണ്ടാക്കിയത്? നമുക്കറിയത്തില്ല. എൻ്റെ മനസ്സ്, നിൻ്റെ മനസ്സ്, അവൻ്റെ മനസ്സ് എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതിൽ നല്ല മനസ്സ്, ദുഷിച്ച മനസ്സ്, ഇത് എന്താണിത്? ഈ മനസ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? പലരും പറയുന്നത് തലയ്ക്കകത്താണ്, ശിരസിൻ്റെ ഉള്ളിൽ, മസ്തിഷ്കത്തിലാണ് മനസ്സിൻ്റെ ആസ്ഥാനം എന്ന് പലരും പറയുന്നുണ്ട്. കാരണം തലയ്ക്ക് ക്ഷതമേറ്റാൽ ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മയൊക്കെ ബാധിക്കപ്പെടുന്നുണ്ട്. തലയ്ക്ക് അടിയേറ്റാൽ, ക്ഷതമേറ്റാൽ ഭ്രാന്ത് പിടിക്കും. ബോധക്കേട് മാത്രമല്ല, പിന്നെ അയാൾ മറ്റൊരു വ്യക്തി എന്ന പോലെയായിരിക്കും പ്രവർത്തിക്കുക. പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതുകൊണ്ട് ഈ തല വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തലയുടെ ഉള്ളിലുള്ള തലച്ചോറിലാണ് ഈ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നു. വാസ്തവത്തിൽ മനസ്സ് എന്ന് പറയുന്നത് സ്ഥൂലമായ ഒന്നുമായിട്ടും ബന്ധമുള്ളതല്ല. ഈ തലച്ചോറ്, കരൾ, ഹൃദയം, ശ്വാസകോശം, വൃക്ക, ഇതൊക്കെ മാംസമയമായ അവയവങ്ങളാണ്, മാംസമാണ്. മനസ്സ് എന്ന് പറയുന്നത് മാംസമല്ല, അത് അത്യന്തം സൂക്ഷ്മമാണ്. ആ മനസ്സിൻ്റെ സൃഷ്ടിയാണ് മാംസമയങ്ങളായ ഈ അവയവങ്ങൾ. അപ്പോൾ ഈ അവയവങ്ങളാണ് ആ മനസ്സിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒന്നും അറിയില്ല. ശരീരത്തെ ഉണ്ടെന്ന് അനുഭവിക്കുന്നത് മനസ്സാണ്. ആ മനസ്സെങ്ങനെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ളിലുള്ള ഒന്നായി നമുക്ക് വിചാരിക്കാൻ പറ്റും? അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, ഇതിനെയൊന്നും കുറിച്ച് ആലോചിക്കേണ്ട, ഇതൊന്നും ഇല്ലാത്തതാണ് എന്ന കാര്യം നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് മായയാണ് എന്നുള്ള തീരുമാനത്തിലെത്തുക. 22-ാമത്തെ ശ്ലോകം വായിക്കാം. സർവദിക്കം മഹാഗോളേ നഭസി സ്വർഗതാരകം കിമത്രോർധ്വമധ കിം സ്യാത് സർവമൂർധ്വമധശ്ച വാ. സർവദിക്കം മഹാഗോളേ നഭസി. ഒരു മഹാഗോളാകൃതിയിലാണ് ആകാശം. ആകാശം എങ്ങനെയാണ് ഗോളാകൃതിയിൽ? അതിങ്ങനെ പരന്ന് വ്യാപിച്ച് കിടക്കുന്ന ഒന്നല്ലേ? വ്യാപിച്ച് കിടക്കുന്ന ഒന്നിന് എങ്ങനെ ഗോളാകൃതി ഉണ്ടാവും? പക്ഷേ വളരെ ഈ അടുത്തിടെ ശാസ്ത്രജ്ഞന്മാർ ഈ വസിഷ്ഠ മഹർഷിയുടെ ഈ ആശയത്തോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഗോളാകൃതിയിലാണെന്നാണ് പറയുന്നത്. ഗോളാകൃതിയിലാണ് എന്ന് പറഞ്ഞാൽ ശൂന്യാകാശമാണ്, പക്ഷെ ആ ശൂന്യാകാശം ഗോളാകൃതിയിലാണെന്നാണ്. ഇത് ലീനിയർ അല്ല, വ്യാപിച്ച് കിടക്കുന്ന, ഇങ്ങനെ പരന്ന ഒന്നല്ല, വളഞ്ഞതാണ് എന്നുള്ള ആശയത്തോട് ആധുനിക ശാസ്ത്രജ്ഞന്മാർ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർവദിക്കം മഹാഗോളേ നഭസി. ഒരു ഗോളാകൃതിയിൽ, വലിയ ഗോളത്തിൻ്റെ ആകൃതിയിലുള്ള ആകാശത്തിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ആകാശം സർവദിക്കിലും വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ്. ആ ആകാശത്തിൽ കിമത്ര ഊർധ്വം അധഃ, അനന്തമായ ആകാശത്തിൽ എന്ത് മുകളിൽ, എന്ത് താഴെ? അതിനകത്ത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, മുകളിൽ, താഴെ, ഈ വാക്കുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പം നമ്മൾ പറയുന്നു തറ താഴെയാണ്, സീലിംഗ് മുകളിലാണ് എന്ന് പറയുന്നു. നമ്മൾ തലകുത്തി നിന്നാൽ താഴെ എന്ന് നമ്മൾ പറഞ്ഞത് മുകളിലാവും, തറ മുകളിലാവും, സീലിംഗ് താഴെയാവും. കാലിൻ്റെ താഴെയാണല്ലോ നമ്മൾ താഴെ എന്ന് പറയുന്നത്. കാലിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ കാലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് സീലിംഗ് ആണ്. അപ്പോൾ സീലിംഗ് താഴെയും തറ മുകളിലുമാകും എപ്പോൾ? തലകുത്തി നിന്നാൽ. അപ്പോൾ ഇതിനൊന്നിനും ഒരർത്ഥവുമില്ല. മൂത്തവൻ ഇളയവൻ, വലുത് ചെറുത്, നല്ലത് ചീത്ത, ശുഭം അശുഭം, കൊള്ളാം കൊള്ളില്ല, ഇഷ്ടം അനിഷ്ടം, ജയം പരാജയം, രാത്രി പകൽ, ഒന്നിനും ഒരർത്ഥമില്ല. ഈ ദ്വൈതം മുഴുവനും കള്ളമാണ്. ദ്വൈതം തന്നെ കള്ളമാണ്. അതിനകത്താണ് നമ്മൾ ഈ തരംതിരിവുകൾ നടത്തുന്നത്. അപ്പോൾ അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ 10 ദിക്കുകളിലും വ്യാപിച്ചു നിൽക്കുന്ന ഒരു മഹാഗോളത്തിൻ്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളെ തന്നിൽ ഉൾക്കൊള്ളുന്ന ആ ആകാശത്തിൽ എന്ത് മുകളിൽ, എന്ത് താഴെ?
കിമത്രോർധ്വം അധഃ കിം സ്യാത് സർവമൂർധ്വം അധശ്ചവ. ഈ ആകാശത്തിൽ മുകളിൽ താഴെ എന്നീ വാക്കുകൾക്ക് വിശേഷിച്ചർത്ഥമില്ല. ഇവിടെ ഒന്നും മുകളിലുമല്ല, ഒന്നും താഴെയുമല്ല. എന്നാൽ എല്ലാം മുകളിലുമാണ്, താഴെയുമാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പൊസിഷൻ മാറുമ്പോൾ മുകളിൽ എന്നുള്ളത് താഴെ എന്ന് തോന്നും, താഴെ എന്നുള്ളത് മുകളിൽ എന്ന് തോന്നും. ഇതിന് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ മുകളിൽ താഴെ എന്നീ വാക്കുകൾക്ക് അനന്തമായ ആകാശത്തിൽ ഒരർത്ഥവും കൽപ്പിക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാം തന്നെ മുകളിലുമാണ്, താഴെയുമാണ് എന്ന് പറയാം. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് ഒന്ന് നിങ്ങളുടെ മുകളിലോ താഴെയോ ആവും. നിങ്ങൾ പൊസിഷൻ മാറ്റിയാൽ ആ ധാരണ നേരെ മാറി മറിയും. ഗോളത്തിൽ, ഭൂഗോളം തന്നെ എടുക്കാം. ഒരാൾ കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്, നിരന്തരം കിഴക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമി ഗോളമാണ്, മറന്നു പോകണ്ട. കിഴക്കോട്ട് നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാൾ കുറേ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം അയാൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്നെത്തും. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, അയാൾ എപ്പോഴും മുമ്പോട്ടേക്കാണ് പോകുന്നത്, അയാൾ ഒരിക്കലും പുറകിലേക്ക് വരുന്നില്ല. എപ്പോഴും നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് എത്തണമെങ്കിൽ പുറകിലേക്ക് വന്നാലേ പറ്റൂ. വണ്ടി റിവേഴ്സിൽ എടുക്കത്തില്ലേ നമ്മൾ? അതുപോലെ ഇവിടെ അയാൾ റിവേഴ്സ് ഡയറക്ഷനിൽ വരുന്നില്ല. ഒരാൾ നിരന്തരം കിഴക്ക് ദിക്കിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോവുകയാണ്. ഏത് ദിക്കിലേക്ക് പോയാലും അയാൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്നെത്തും. എന്തുകൊണ്ട്? ഭൂമി ഗോളമാണ്. അയാൾ പറയുന്നത് ഞാൻ എപ്പോഴും മുമ്പിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. മുമ്പോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരാൾ എങ്ങനെയാണ് തൻ്റെ പുറകിലുള്ള ഒരു സ്ഥലത്ത് വന്നെത്തുക? ഗോളത്തിൻ്റെ പുറത്തൂടെ സഞ്ചരിക്കുന്നയാൾക്ക് അങ്ങനെ എത്താൻ പറ്റും. നമ്മൾ നേർരേഖയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരിക്കലും തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്താൻ കഴിയാത്തത്. പക്ഷേ ഗോളത്തിൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്നെത്തും. അങ്ങനെയാണല്ലോ മറ്റേ ഒരു മഗല്ലൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ യാത്ര തിരിച്ചല്ലോ, തൻ്റെ ഒരു പായ്ക്കപ്പലും എടുത്തുകൊണ്ട്. മഗല്ലൻ, ഭൂമി ചുറ്റി സഞ്ചരിക്കാൻ, മഗല്ലൻ്റെ കടൽ യാത്ര. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ മുകളിൽ താഴെ എന്നുള്ള വാക്കുകൾക്ക് അർത്ഥമില്ല. എന്നാൽ എല്ലാം മറ്റൊന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ മുകളിലോ താഴെയോ ആണ്. ആ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഒന്ന് മുകളിലോ താഴെയോ ആകുന്നത്. അല്ലാതെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നില്ലെങ്കിൽ, മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ലെങ്കിൽ ഒന്നും താഴെയുമല്ല മുകളിലുമല്ല. മഹാഗോളാകാരേ നഭസി, ഗോളാകൃതിയിലുള്ള ഈ മഹാകാശത്തിൽ അല്ലെങ്കിൽ ശൂന്യാകാശത്തിൽ സ്വർഗതാരകം ജ്യോതിശ്ചക്രം സർവദിക്കം തിഷ്ഠതി. സൂര്യനോടും നക്ഷത്രങ്ങളോടും കൂടിയ ഈ നക്ഷത്ര സമൂഹം ജ്യോതിശ്ചക്രം എല്ലാ ദിക്കിലും ഉണ്ട്. ഏവം സതി, അങ്ങനെയാണെങ്കിൽ കിമത്ര അസ്മിൻ ജ്യോതിശ്ചക്രേ, അങ്ങനെ ഈ ജ്യോതിശ്ചക്രം നക്ഷത്രമണ്ഡലം എല്ലായിടത്തും കാണപ്പെടുന്നുവെങ്കിൽ ആ നക്ഷത്രമണ്ഡലത്തിൽ കിം ഊർധ്വം കിം അധഃ സ്യാത്, എന്താണ് മുകളിൽ എന്താണ് താഴെ? ആ വാക്കുകൾക്ക് അർത്ഥമില്ല. യതി സ്യാത് തർഹി സർവമൂർധ്വം സർവം ച അധഃ. ഇനി ഈ മുകളിൽ താഴെ എന്നുള്ള വാക്കുകൾക്ക് നിങ്ങൾ അർത്ഥം കൽപ്പിക്കുന്നുവെങ്കിൽ എല്ലാം മറ്റെന്തിൻ്റെയെങ്കിലുമോ മുകളിലുമാണ്, വേറെ ചിലതുകളുടെ താഴെയുമാണ്. ഈ മറ്റൊന്നിനെ ആശ്രയിച്ച്, മറ്റൊന്നിനെ ആസ്പദമാക്കിയാണ് നമ്മൾ മുകളിൽ താഴെ എന്നീ വാക്കുകൾ പ്രയോഗിക്കുന്നത്. അല്ലാതെ ആ വാക്കുകൾക്ക് നിരപേക്ഷമായ ഒരർത്ഥം ഇല്ല. നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം കൂടെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശ്ലോകം കൂടെയേ ഉള്ളൂ.
ഏവം സതി കിമത്ര അസ്മിൻ ജ്യോതിശ്ചക്രേ കിമൂർധ്വം കിമധസ്യാത് യതി സ്യാത് തർഹി സർവമൂർധ്വം സർവം ചാതഃ. മുകളിൽ താഴെ എന്നുള്ള വാക്കുകൾക്ക് അർത്ഥമില്ല. ഇനി അഥവാ അർത്ഥമുണ്ടെങ്കിൽ എല്ലാം മറ്റൊന്നുമായി തട്ടിച്ചു നോക്കുമ്പോൾ മുകളിലോ താഴെയോ ആണ് താനും. ച ശബ്ദാത് സർവം ദക്ഷിണോത്തര പൂർവപശ്ചാത്തോപി വാ സ്യാദിത്യർത്ഥ. മുകളിൽ താഴെ എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റ് ദിക്കുകളെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊള്ളണം. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഇതിനൊന്നിനും ഒരർത്ഥവുമില്ല. ഇതൊക്കെ സാപേക്ഷങ്ങളായ പരിഗണനകൾ മാത്രം. ആ സർഗത്തിൻ്റെ അവസാന ശ്ലോകത്തിലേക്ക് കടക്കാം. പതനമുത്പതനം ഗമനം സ്ഥിതം ചിത ഇതി സ്ഫുരിതം നതു വസ്തുതത് പതനമസ്തി നചോത്പതനം നവ ഗമനമാഗമനം സ്ഥിതമിത്യപി. ഒന്നുമില്ല, വളരെ ലളിതമായ ഒരു ആശയമാണ് അവസാനത്തെ ശ്ലോകത്തിൽ വസിഷ്ഠ മഹർഷി പ്രകടിപ്പിക്കുന്നത്. പതനം ഉത്പതനം. പതനം താഴോട്ട്, വീഴ്ച എന്നർത്ഥം. വീഴ്ച എപ്പോഴും താഴോട്ടാണ്. താഴോട്ട് ഉള്ള പതനം. പതനം എന്ന് മാത്രം പറഞ്ഞാൽ മതി. വീഴ്ച എപ്പോഴും താഴോട്ടായിരിക്കും. മുകളിലേക്ക് വീഴാൻ പറ്റില്ല, മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പതനവും ഉത്പതനം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയരുക. അപ്പോൾ വീഴ്ചയും ഉയർച്ചയും. ഗമനം തിരശ്ചീനമായി സഞ്ചരിക്കുക, മുകളിൽ സഞ്ചരിക്കുക, അല്ലെങ്കിൽ താഴെ വീഴുക, അല്ലെങ്കിൽ മുകളിലും താഴെയും വീഴാതെ തിരശ്ചീനമായി ഹൊറിസോണ്ടലായിട്ട് സഞ്ചരിക്കുക. ചിത ഇതി സ്ഫുരിതം നതു വസ്തുതത്. ഇതൊക്കെ ചിത്തിൻ്റെ സങ്കല്പം മാത്രമാണ്, അല്ലാതെ ഈ വാക്കുകൾക്ക് നിഷ്കൃഷ്ടമായ ഒരർത്ഥവും ഇല്ല. ചിത്ത അങ്ങനെ വിചാരിക്കുന്നു, ഉയരുന്നു, താഴുന്നു, തിരശ്ചീനമായി സഞ്ചരിക്കുന്നു എന്നൊക്കെ. അതൊന്നും സത്യമല്ല രാമ. പതനമസ്തി നചോത്പതനം നവ ഗമനമാഗമനം സ്ഥിതമിത്യപി. എന്നാൽ ചിത്ത് പതനമുണ്ട്, മുകളിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ഉയർച്ച ഉണ്ട്, ഗമനമുണ്ട്, പോക്കുണ്ട്, ആഗമനമുണ്ട്, വരവുണ്ട്. പോക്ക്, വരവ്, വീഴ്ച, ഉയർച്ച, ഇതൊക്കെ ചിത്ത് ഉണ്ടെന്ന് കരുതിയാൽ അതൊക്കെ സത്യമായി അനുഭവപ്പെടും. വാസ്തവത്തിൽ ഈ ആശയങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ല. ഇതിൻ്റെ വ്യാഖ്യാനം കൂടെ വായിച്ചാൽ നമുക്ക് നിർത്താം. സർവവസ്തൂനാം പതനം ഉത്പതനം തിര്യഗമനം സ്ഥിതം. സകല വസ്തുക്കളും, നമ്മൾ എന്താ പറയുന്നത് ഒരു വസ്തുവിനെ കുറിച്ച്? അത് വീഴുന്നു, അല്ലെങ്കിൽ അത് മുകളിലേക്ക് ഉയരുന്നു, അല്ലെങ്കിൽ തിരശ്ചീനമായി സഞ്ചരിക്കുന്നു, അതുമല്ലെങ്കിൽ അത് നിശ്ചലമായിരിക്കുന്നു. ഇങ്ങനെ 4 സാധ്യതകളാണുള്ളത്. ഒന്ന് മുകളിലേക്ക് ഉയരുന്നു, അല്ലെങ്കിൽ താഴേക്ക് ഉയരുന്നു, അല്ലെങ്കിൽ വശങ്ങളിലേക്ക് തിരശ്ചീനമായി സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ നിശ്ചലമായി സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം തന്നെ വെറും ഭ്രമമോ സങ്കല്പമോ മാത്രമാണ്. ഏകത്ര അവസ്ഥാനം യദ്ഭാതി തച്ചിതഃ പ്രത്യഗാത്മനഃ സ്ഫുരിതം പ്രതിഭാനമാത്രമേവ. ഈ 4 അനുഭവങ്ങളിൽ നിങ്ങൾ എന്തിനെ അനുഭവിച്ചാലും അത് ചിത്തിൻ്റെ അനുഭവമാണ്. ചിത്ത അങ്ങനെ അനുഭവിച്ചാൽ നിങ്ങൾക്ക് അത് അങ്ങനെ കാണപ്പെടും. വസ്തുതസ്തു ന പതനമസ്തി നചോത്പതനമസ്തി നവാഗമനമാഗമനം സ്ഥിതം അവസ്ഥിതം കിഞ്ചിദിത്യപ്യസ്തി. വാസ്തവത്തിൽ സത്യം, പരമാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പതനവുമില്ല, ഉയർച്ചയുമില്ല, വരവ്, പോക്ക്, നിശ്ചലസ്ഥിതി, തിരശ്ചീനമായിട്ടുള്ള സഞ്ചാരം, ഇതൊന്നും വാസ്തവത്തിൽ ചിത്തിലില്ല. എല്ലാം ചിത്തിൻ്റെ സങ്കല്പങ്ങൾ മാത്രം. കിഞ്ചിദിത്യപ്യസ്തി. ഇനി ഇതൊക്കെ ഉണ്ട് എന്ന് നാം കരുതിയാൽ ഇതെല്ലാം ഉള്ളതുപോലെ തോന്നും. അദ്വയത്വ വിരോധാദിത്യർത്ഥ. എന്തുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നു എന്ന് ചോദിച്ചാൽ, ചിത്തിൽ അതുമാത്രമേ ഉള്ളൂ. അത് അദ്വൈതമായ സത്യമാണ്. അതല്ലാതെ മറ്റൊന്നും വാസ്തവത്തിൽ ഉണ്ടാകാൻ പറ്റില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും
ചിത്തിൽ നിന്ന് വിഭിന്നമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ സൃഷ്ടി മാത്രമാണ്, നിങ്ങളുടെ ഭ്രമമോ സങ്കല്പമോ മാത്രമാണ്, അത് ഒരിക്കലും വാസ്തവമാവില്ല എന്ന് പറഞ്ഞാണ് ഭൂഗോള നിർണയം എന്നുള്ള ആ സർഗം അവസാനിക്കുന്നത്. ഇനി നമുക്ക് വായിക്കേണ്ടത് 128ാമത്തെ സർഗമാണ്. അത് നമ്മൾ അടുത്ത ആഴ്ചയല്ല വായിക്കുന്നത്. ജൂൺ 1-ാം തീയതിയാണ് നമ്മൾ താത്കാലികമായി നിശ്ചയിച്ചിട്ടുള്ള തീയതി. അടുത്ത ക്ലാസ് അത് ഞായറാഴ്ചയാണ്, ജൂൺ 1.